continue to help you all. ആമേൻ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു വരുന്ന വേദഭാഗം എന്ന് പറയുന്നത് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16 ആണ് നാം ചിന്തിച്ചു വന്നത്. We've been constantly thinking for the past few weeks about John chapter 3 verse 16. കേൾക്കുന്നുണ്ടല്ലോ? Are you all listening to me? ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16 ആണ് നാം ചിന്തിച്ചു വന്നത്. ഒന്ന് വായിച്ചേ. ഓക്കെ, ഷോണെ ഒന്ന് ഉറക്കെ വായിച്ചേ. ട്രീനെ ഒന്ന് വായിച്ചേ. അവിടുന്ന് ലെവി ഒന്ന് വായിച്ചേ ആ വാക്യം. ഇത് നോക്കി വായിച്ചാൽ മതി. അക്കരങ്ങളെത്തി നന്ദി പറഞ്ഞാട്ടെ. ഞാൻ ഈ ഭാഗങ്ങൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായെങ്കിലും ഇതിനോട് ചേർന്ന് നിൽക്കുന്നൊരു ഭാഗം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഇന്നലെ പകൽക്കാലം മുതൽ വളരെ വ്യക്തമായി ഇടപെട്ടതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് ഒന്ന് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദൈവസ്നേഹത്തിന്റെ അസാധാരണമായ പ്രകടനം അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ ദൈവം ചെയ്തത് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മാനുഷികമായി ഞാൻ അറിയുന്നില്ല എന്തിനു വേണ്ടിയാണ് ഈ പോർഷൻ പറയുന്നതെന്ന്. ഒരുപക്ഷെ ഓൺലൈനായി വാച്ച് ചെയ്യുന്നവരായിരിക്കാം, ഒരുപക്ഷെ ഇവിടെ കടന്നു വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരുപക്ഷെ പിന്നത്തേതിൽ ഈ മെസ്സേജ് കേൾക്കുന്നവരായിരിക്കാം. In a human sense, I don't know who this is for, whether it's for online people or anyone here, but I know the Holy Spirit wants to talk to someone. സാരാഭാത്തിലെ വിധവ ഭാഗം എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി ഈ മെസ്സേജിന്റെ തുടക്കത്തിൽ കർത്താവിനോട് സംസാരിക്കാൻ ഇടപെട്ടത്. And the Holy Spirit started talking to me about that Seraphat occasion. അതിൻ്റെ 10-ാം വാക്യം 11-ാം വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പ്രസംഗമല്ല. 10-ാം വാക്യം 11-ാം വാക്യം 12-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Verses 10, 11, and 12. മാമേ, 1 രാജാക്കന്മാർ പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ പറഞ്ഞില്ലായിരുന്നു? ഓക്കെ, സോറി, താങ്ക് യു സോ മച്ച്. എൻ്റെ കുഴപ്പമാണ്. Yeah. Jesus. മതിയമ്മാമേ, ഈ ഭാഗത്തിൽ പരിശുദ്ധാത്മ ഇടപെട്ട ഒരു കാര്യം സാരാഫാത്തിലെ വിധവ എന്നൊരു വാക്കാണ്. And the word that God has given me is the widow of Seraphat. ആ വിധവ ഏത് ചിന്തയോടാണ് ഇരിക്കുന്നത്? In what thoughts are the widow sitting here? ഏത് ചിന്തയോടാണ് ഇരിക്കുന്നത്? What is she thinking? കേട്ടില്ല. ഞാൻ ഇങ്ങനെ പറയാം, ആത്മഹത്യ ചെയ്യാൻ, സൂയിസൈഡൽ ടെൻഡൻസി. ഈ വാക്കാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ, ദൈവസഭയുടെ മുൻപാകെ ഉറക്കെ വിളിച്ചു പറയാൻ പറഞ്ഞൊരു വാക്ക് ഇതാണ്. സൂയിസൈഡൽ ടെൻഡൻസിയുമായി അവൻ ഇരിക്കുന്ന ഒരു വിധവ. A group, where the Holy Spirit said a group of those who are trying to do the suicide attempt is what the Holy Spirit had told me. തൊട്ട് സാരാഫാത്ത് വരെ ഏകദേശം 80 to 100 മൈൽസിന്റെ ഇടയ്ക്കുണ്ട്. There's about almost 80 to 100 miles. 80 to 200 miles apart. 100 miles, 100. Or about 100 miles apart.
ഈ സാരാഫാത്തിലെ വിധവ ഈ കാര്യങ്ങൾ തൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ച നിമിഷം മുതൽ ദൈവം 80 കിലോമീറ്റർ മൈലിനപ്പുറം ഇടപെടാൻ തുടങ്ങി. As soon as she started thinking about this suicide attempt, somewhere around 80 kilometers away, God started working. 80 മൈല് തൻ്റെ അഭിഷിക്തനെ കൊണ്ട് ദൈവം നടത്തി. ആമേൻ. ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് പരിശുദ്ധാത്മാവ് എത്തിച്ചു. God started talking to the anointed one to walk even 80 kilometers to the depressed പക്ഷേ one ഇന്ന് here. പകൽക്കാലം ആത്മാവിൽ പറയുന്നു, ഏത് നിരാശയോടെയോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആരെങ്കിലും ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഉടഞ്ഞുപോയെന്ന് ആരെങ്കിലും ഇന്ന് പകൽക്കാലം കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മ നിയോഗത്തെ വിളിച്ചു പറയാം, ദൈവവചനം നിങ്ങളുടെ അരികിലേക്ക് പരിശുദ്ധാത്മാവ് If anyone is wanting to end their life or absolutely broken, God's word will encourage ഇന്ന് you. പകൽ ഈ വചനം പറയുമ്പോൾ അതിന്റെ മാനിഫെസ്റ്റേഷൻ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നടക്കുകയാണ്. Those who are accepting this, there's manifestations happening in your life. യേശുവിന്റെ In the നാമത്തിൽ mighty name of എല്ലാ Jesus. സൂയിസൈഡൽ ടെൻഡൻസികൾ All മാറിപ്പോകട്ടെ. suicide tendencies leave now. എല്ലാം നിരാശയുടെ ടെൻഡൻസികൾ All the മാറിപ്പോകട്ടെ. brokenness of life just leave now. തകർന്നു എന്ന് ചിന്തിക്കുന്ന ചില മേഖല യേശുവിന്റെ The നാമത്തിൽ thoughts that are മാറട്ടെ. destroying our life in the name of ഒരുപക്ഷേ Jesus. ഓൺലൈൻ വഴി വായിച്ചുള്ള മേലും ആ ദൈവ സാന്നിധ്യം ഇപ്പോൾ You may ഇറങ്ങട്ടെ. watch online, but let God's Spirit കർത്താവേ, fall ഞങ്ങൾ in that വിശ്വസിക്കും, place. ഈ വചനത്തിന്റെ ശക്തി ഞങ്ങൾ Lord, we വിശ്വസിക്കുന്നു. trust in the power of your word. ഓ അതിനെ In the ആത്മാവിൽ name ഞങ്ങൾ of Jesus. പുറത്തുകളയുക. Lord, we are breaking in the name of Jesus. Rashakalaragatelia. In the name of Jesus, Lord. എന്നോട് കർത്താവ് രണ്ട് ശബ്ദം Two voices I heard from the Lord. your hopelessness is a vessel for miracles. Your hopelessness is a vessel for miracles. Your hopelessness is the birthplace of miracles. Your hopelessness is the birthplace of where miracles happen. How many of you Your believe? hopelessness is a vessel for miracles. The hopelessness is the vessel for your brokenness. Your hopelessness is the birthplace of miracles. Your hopelessness is the birthplace of miracles. അക്കാരങ്ങൾ നന്ദി Can we പറഞ്ഞാട്ടെ. raise our hands? ഞാൻ ഈ ഭാഗം ചിന്തിച്ചവരുന്നപ്പോ എനിക്ക് പാടാൻ അറിയാത്ത നിങ്ങൾ ഒരു പാട്ടിന്റെ വരി സാധു കൊച്ചിങ് ഉപദേശി എഴുതിയൊരു പാട്ടിന്റെ വരികൾ എനിക്ക് ആരുമില്ല എനിക്കില്ലെന്നു ഞാൻ ആരുമേനിക്കില്ലെന്നു ഞാനേകനായി തീർന്നുവെന്നോ ആരുമേനിക്കില്ലെന്നു ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ സാധു അന്ധനായി തീർന്നിടല്ലേ ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂമിൽ കിടന്നാലും ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും ഏറ്റം സ്നേഹച്ചൂടോടപ്പവുമായി വന്നിടും ഏറ്റം സ്നേഹച്ചൂടോടപ്പവുമായി വന്നിടും. ആമേൻ. ആ കരം നന്ദി പറഞ്ഞാട്ടെ. Can we raise our hands and thank our Lord? ദൈവം നമുക്ക് ദൂതന്മാരെ അയക്കുന്നതിനെ ഓർത്ത് കർത്താവിന് I സ്തോത്രം thank God ചെയ്യുന്നു. for sending His angels towards നമ്മുടെ us. ഹോൾപ്ലേസിനകത്തെല്ലാം കർത്താവ് അടുത്തൊരു ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോകുന്ന That in our കർത്താവ് സ്തോത്രം hopelessness, ചെയ്യുന്നു. miracles will start to മക്കളെ happen. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അങ്ങനെ May തന്നെയായിരിക്കും. your life all be like വിശ്വസിക്കുന്നു മക്കളെ. that. Do you believe? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനെ May ചെയ്യുമാറാകട്ടെ. God continue to do miracles. നാം all in your ചിന്തിച്ചു വരുന്ന ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം നമ്മളുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ചിന്തിച്ചു life. We വന്നത്. constantly have been thinking about God's love നാം towards us. പറഞ്ഞവസാനിപ്പിച്ച ഭാഗം എന്ന് പറയുന്നത് നിത്യസ്നേഹം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു എന്നാണ് നാം We പറഞ്ഞത്. ended off by saying that God, heavenly love was given towards us. 136 സങ്കീർത്തനം Psalms 136 വാക്യങ്ങൾ വായിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പാടി അവസാനിപ്പിച്ചത്. We had ended by reading Psalm 136 ഇങ്ങനെയാണ് last His time. mercy endures forever, His love endures forever എന്ന രീതിയിൽ നാം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ For തക്കവണ്ണമിടയായി. His
steadfast love endures forever. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. That God's love, it's more than we can ever imagine മക്കളെ, for നിങ്ങൾ us. വ്യക്തമായി കേൾക്കുക. ആമേൻ. മാതാപിതാക്കളെ, ഇന്ന് പകല ദൈവ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ, ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ, ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു അതിവിടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. As we continue to speak about God's love towards us, I believe that will be manifested ഈ to us. ലോകത്തിൽ എന്ത് നമുക്ക് ലഭിക്കുന്നതിനേക്കാളും ദൈവ സ്നേഹത്തെ ആസ്വദിക്കുവാൻ നമുക്കൊരു അവസരം ലഭിച്ചാൽ അതിനപ്പുറം സന്തോഷം വേറെ ഇല്ല. More than anything we can receive in the world, if we receive God's love, that's greater than anything else. അത്ര ആസ്വാദനകരമായിട്ടുള്ള, അത്ര എൻജോയ് ചെയ്യാൻ, അതിൻ്റെ അപ്പുറമായിട്ടുള്ള ഓവർവെൽമായി എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ലോകത്തിലുള്ളൂ. അത് യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്ന There's only സ്നേഹമാണ്. one gift that we can ever be overwhelmed with joy, and that's God's love alone. നോക്കിക്കേ, പലപ്പോഴും ലോകം നമ്മെ സ്നേഹിക്കാൻ മറന്നാലും ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റം വരുത്തില്ല. Even if the world forgets to love you, God's love will never change. എല്ലാവരും അടിവരയിട്ട് സൂക്ഷിക്കുന്ന ഒരു വാക്യമുണ്ട്. There's a verse we have all highlighted. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 15 വാക്യം. Isaiah chapter 49 verses 15. മതി. നോക്കിക്കേ, അവിടെ വ്യക്തമായി കാണാൻ കഴിയും ലോകം മറക്കാൻ സാധ്യതയുണ്ട് നമ്മളെ. That we can see that the world may forgot us. ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു There's no reason ഭാഗമാണ്. for me to explain it. We can read it and completely പക്ഷേ understand it. ഒരു കാര്യം, ആരും എനിക്കില്ലെന്ന് തോന്നിയാലും, ഒരുവൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റപ്പെടാത്ത വചനം വിളിച്ചു പറയാ, ഞാൻ മറന്ന് കളയുകയില്ല. Even if the world forgets me, even if the heaven and earth pass away, there's one thing that will not fade. ഞാൻ It's വാക്യം God's വായിച്ചപ്പോൾ word. ഇപ്രകാരം ചിന്തിച്ചു, അതെന്റെ ഉള്ളത്തിൽ അങ്ങ് അസാധാരണമായ രീതിയിൽ അങ്ങ് ഉറയ്ക്കണമെന്ന് ഞാനങ്ങ് ചിന്തിച്ചു. That I started thinking this in an ordinary way. എക്സ്ട്രാ ഓർഡിനറി വേ. എന്റെ ഹൃദയത്തിനകത്ത് അങ്ങ് എന്ത് ചെയ്യണം, അങ്ങ് ഉറച്ചിരിക്കണമെന്ന് ഞാൻ അങ്ങ് ആഗ്രഹിച്ചു പോയി. I wanted this came into my heart so much. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പലപ്പോഴും ജീവിതത്തിനകത്ത് പലപ്പോഴും എന്നെ ആരും അറിയുന്നില്ലല്ലോ, എന്നെ എല്ലാവരും മറന്നല്ലോ എന്ന് ചിന്തിക്കാത്ത ഒരു വ്യക്തി പോലും ഭൂമിയിലില്ല. There's no one here sitting here in the world that hasn't thought of that no one's everyone's പക്ഷേ forgotten me. കർത്താവ് സിമ്പിളായിട്ട് പറയാം, മോനെ, ഒരു അമ്മ മറന്നാലും, അമ്മ മറക്കത്തില്ല, പക്ഷെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല കേട്ടോ. Simple way, even if a mother forgets their child, I will not അപ്പോൾ forget. പിതാവായ ദൈവം അങ്ങനെ പറയുമ്പോൾ അതിനേക്കാളും അപ്പുറമായി അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് നാം വായിച്ചു കേട്ട ജോൺ 3:16 എന്ന് പറഞ്ഞ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി തന്നു. Seeing God's love being manifested, He sent His one and only Son, Jesus Christ. അതിനകത്ത് യേശുവിന്റെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന രണ്ട് വാക്യങ്ങൾ ഇത് വായിക്കാം. There's two verses that we can read about God's love. Ephesians chapter 2 verses 4 and 5 ഒന്ന് വായിച്ചാണ്. ജസ്റ്റ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. Ephesians 2, 4 and 5. But God being rich in mercy, മതി. ആ മഹാസ്നേഹത്താൽ ദൈവം നമ്മളെ that വീണ്ടെടുത്തു. with great love He has loved us. അതൊക്കെ പിന്നത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പറഞ്ഞു പോകുന്നുള്ളൂ. അടുത്തത് 1 John 3 verse 1. മതി. അവിടെ നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതൊന്ന് വായിച്ചേ. See what kind of love the Father has given to us, that we should. മതി. പക്ഷേ The Passion ട്രാൻസ്ലേഷനിൽ ഒരു വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാൻ തുടങ്ങണം ഇവിടെയായി. In the Passion translation, a word was has started talking to me. See what great love of Father has lavished on us. See what great love the Father has lavished upon us. ഈ lavished എന്നൊരു വാക്കിനെ നമ്മളിപ്പോൾ ലാവിഷായി ജീവിക്കുന്ന ഒരു പദമാണ് നമ്മൾ എപ്പോഴും അത്ര മാത്രമേ നമ്മൾ The ഉപയോഗിക്കാറുള്ളൂ. definition we think of lavish is in living in the lifestyle that we live in. സ്വർഗം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തരുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് ലാവിഷായി. That when the Heavenly Father sends His Son lavishly, He gives ലോകത്തിന്റെ it മുകളിൽ സ്നേഹമൊക്കെ upon the world. That love has been അതിന്റെ given to മലയാള us. അർത്ഥം ഇപ്രകാരമാണ്. മോനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടാം. ആഡംബര സമൃദ്ധമായ നിയന്ത്രണമില്ലാത്ത, അല്ലെങ്കിൽ നാം പഴയ മാതാപിതാക്കളൊക്കെ പറഞ്ഞ കെങ്കേമമായ, പൊടി പൊടിക്കുന്നത് പറയത്തില്ലേ, കെങ്കേമമായ സ്നേഹം, ആഡംബര സമൃദ്ധമായ സ്നേഹം, നിയന്ത്രണങ്ങളില്ലാത്ത സ്നേഹമാണ് പിതാവായ ദൈവം
ഇത്ര മഹാസ്നേഹമെന്ന് നമ്മെ നമ്മളെയൊക്കെ ലോകത്തിന് മുകളിൽ നമ്മളുടെ മുകളിൽ തരുമ്പോൾ അത് വിളിച്ചു പറയുന്ന ഒന്നാണ് ഇത്ര മഹാസ്നേഹത്തിന്റെ അർത്ഥവ്യാഖ്യാനം എന്ന് That പറയുന്നത്. when God sends His one and only Son Jesus Christ, how great of a love is been given to us. പൗലോസിന്റെ ഭാഷയിൽ നാം തൊട്ടു മുൻപേ എന്ന് വായിച്ചു എഫേഷ്യൻസ് ചാപ്റ്റർ 2:4 പൗലോസിന്റെ ഭാഷയിൽ ഇപ്രകാരമാണ് പറഞ്ഞത്. എന്താണ്? അവൻ കരുണാസമ്പന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. But in Paul's language, being rich in mercy because of the great love He has loved us. മഹാസ്നേഹം ആംപ്ലിഫൈഡ് വേർഷൻ ഇപ്രകാരം കാണുന്നത് ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ ലവ് എന്ന് In പറയുന്നത്. Amplified version, it says great and wondrous love. അയ്യോ ഇങ്ങനെ എത്ര പേർക്ക് സ്നേഹിക്കാൻ How കഴിയും? many of us can love each other ഓ like എന്റെ that? ഭാര്യയുടെ സ്നേഹം വണ്ടർഫുൾ സ്നേഹമാണെന്ന് എത്ര How ഭർത്താക്കന്മാർക്ക് many of പറയാൻ you say കഴിയും? my wife's love is so great? നിങ്ങൾക്ക് മുഖത്തൊരു നിരാശ പോലെ. എത്ര ഭാര്യമാർക്ക് പറയാൻ കഴിയും എന്റെ ഹസ്ബൻഡ് സ്നേഹം വണ്ടർഫുൾ How സ്നേഹമാണ് many എത്ര wives പേർക്ക് can say പറയാൻ their കഴിയും? husband's love is so great? അവരെല്ലാരും നിങ്ങൾ നോക്കി കേട്ടോ. They're all looking at each other. ആമേൻ. നോക്കിക്കേ, യേശുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അസാധാരണമായ സ്നേഹമാണ്. Jesus' love is an extraordinary type ഞാൻ of ഒന്നുകൂടെ love. നേരത്തെ വാക്ക് ഉപയോഗിച്ച് ആഡംബര സമർത്ഥമായ നിയന്ത്രണങ്ങളില്ലാത്ത കെങ്കേമമായ ആമേൻ ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ ലവ് എന്ന മറ്റാരുടെ സ്നേഹത്തെ കുറിച്ചും ലോകത്തിൽ ഇന്നുവരെ ആർക്കും പറയാൻ കഴിയാതിരിക്കുമ്പോൾ ആമേൻ തിരുവചനം വിളിച്ചു പറയാം, ആ ഒരേ ഒരു സ്നേഹം നൽകി തന്നത് കാൽവറി ക്രൂശാണെന്ന് പറഞ്ഞാൽ അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ. ആമേൻ. ഞാൻ വിചാരിച്ചു നല്ലൊരു ആമേൻ കർത്താവിന് കൊടുക്കുമെന്ന്. ആമേൻ. എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ആമേൻ 3 ഞാൻ വേഗത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടുവന്ന ദൈവശബ്ദം ചേർത്ത് നിർത്തിയാണ് പറയുന്നത്. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം ആമേൻ 3 ഉയർന്ന തലത്തിലുള്ള മാനിഫെസ്റ്റേഷൻ നമുക്ക് കാണുവാൻ കഴിയും. We can see 3 different types of manifestations happening in God's love. ഒന്ന്, ലോകത്തിലേക്ക് ദൈവത്തിന്റെ പുത്രനെ അയച്ചു. അത് ഇങ്ങനെ പറയാം, യേശുവിന്റെ ബർത്ത്, യേശുവിന്റെ ക്രൂസിഫിക്കേഷൻ, യേശുവിന്റെ റിസറക്ഷൻ. That when Christ was sent into the world, there's Christ's birth, His death, and His resurrection. ഒന്നുകൂടെ പറയാം, യേശുവിനെ ഈ ഭൂമി തന്റെ ഏകജാതനായ പുത്രനെ സ്വർഗം ഈ ഭൂമിയിലേക്ക് അയച്ചത് അസാധാരണമായ സ്നേഹമാണ്. ഒന്ന്. That number 1 extraordinary love was given when God sent His Son Jesus Christ. രണ്ടാമത്തെ സ്നേഹം ആമേൻ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയത് എന്ന് പറഞ്ഞാൽ കർത്താവ് വിളിച്ചു പറഞ്ഞു, കർത്താവ് എന്നെ കൈവിട്ടതെന്ത്, പിതാവേ എന്നെ കൈവിട്ടതെന്തെന്ന് ഉറക്കം നിലവിളിച്ചിട്ടും ക്രൂശീകരണം അനുവദിച്ച പിതാവിന്റെ സ്നേഹം. Second, God allowed Christ to be crucified even when He said, my God, why have you forsaken me? മൂന്നാമത്തെ സ്നേഹം കർത്താവ് നമ്മുടെ മേൽ കാണിച്ചെന്ന് പറയുന്നത്, മകളെ, ആ പുത്രന്റെ മേൽ കൊടുത്തിരിക്കുന്ന അതേ തേജസ്, അതേ ഗ്ലോറി നമ്മുടെ മേലും തരുവാൻ തക്കവണ്ണം കർത്താവ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. Third, God's glory has been given to us because of the risen Christ. ഒന്നും കൂടെ പറയാം, പാപത്തിനകത്തുനിന്ന് ഒരു ജീവിതമുണ്ടെന്ന് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ നമ്മെ തെളിയിപ്പിച്ചു കാണിച്ച ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് യേശുക്രിസ്തു That through the മാത്രമാണ്. resurrection of Christ there is hope for the sinful man. ഞാൻ വിശ്വസിക്കുന്നു, ആ യേശുക്രിസ്തു ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. Can we believe that Jesus is എത്ര here പേർക്ക് in our നല്ലൊരു midst? ഹല്ലേലൂയ Can യേശുവിന് we കൊടുക്കുവാൻ say a കഴിയും? hallelujah to Christ? നോക്കിക്കേ, അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഈ 3 മാനിഫെസ്റ്റേഷൻ ദൈവം ഓൾറെഡി പൂർത്തീകരിച്ചു. So He has already went through these 3 manifestations. നാലാമത്തെ മാനിഫെസ്റ്റേഷൻ ആണ് ദൈവം നമുക്ക് വാഗ്ദത്തമായി നമുക്ക് And നൽകി there's a 4th തന്നിരിക്കുന്നത്. manifestation that He has promised us to come. വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. 1 John chapter 3 verses 2. പ്രിയമുള്ളവരെ, Yeah. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ആ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് ആ. അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയും. Yeah, more English translation. Beloved, we are God's children now, and what we will be has not yet appeared. But we know that when He appears, we shall be like Him, because we shall see Him as He is. Yeah, അതിന്റെ പാഷൻ ട്രാൻസ്ലേഷൻ ഇപ്രകാരം കറക്റ്റാണ് വായിച്ചത്. ഷാൽ വില്ല കൊടുത്ത്, അതായത് വി വിൽ ബി ജസ്റ്റ് ലൈക്ക് ഹിം, നമ്മൾ അവനെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അസാധാരണമായ ഉറപ്പ്
ഉറപ്പോടെ ദൈവസഭയ്ക്ക് നാലാമതായി ഒരു ദൈവസ്നേഹത്തിൻ്റെ അസാധാരണ മാനിഫെസ്റ്റേഷൻ വാഗ്ദത്തമായി നൽകി തന്നിരിക്കുക. എന്താണ്? ഞാനായിരിക്കുന്നത് പോലെ നിങ്ങളും ആയി തീർന്നിരിക്കും എന്ന് ഉറപ്പോടെ വാഗ്ദത്തം തരികയാണ്. That there's a fourth extraordinary promise that is to come, that we will become just like him. ക്രിസ്തു സ്നേഹത്തിൽ ജീവിക്കുന്നവരെ, ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ അങ്ങനെ ആയി മാറുവാൻ ഇനി അധിക സമയമില്ലെന്നാണ് ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു Those who are പറയുന്നത്. living in Christ, once again a reminder, there's not much time അങ്ങനെ remaining. പ്രത്യാശയുള്ള ദൈവജനം യേശു ആ സമയം വായിലെത്ര നന്ദി പറഞ്ഞു. So if you have hope, can you thank our Lord? നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ കേട്ട നമ്മുടെ ഈ ശരീരം വിട്ട് ആ വിൺമയമായ ഗ്ലോറിയുള്ള ശരീരത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്ന ഒരു സമയം That there's a അടുത്തിരിക്കുകയാണ്. time where our immortal bodies will be no more and our life will be changed and ഞാൻ transformed. ഇന്ന് ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ സഭയില് സ്തോത്രം ദൈവദാസന്മാരൊക്കെ വന്ന് വാലല്ല അല്ലെങ്കിൽ ഇങ്ങനെ ലോകം കൊണ്ട് അവസാനിക്കുന്ന നന്മകളുടെ ദൂതിനേക്കാളും നിത്യതയുടെയൊക്കെ ദൂത് പറയുമ്പോൾ ഈ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ അന്ന് ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ ആത്മാവിൽ ആരാധിച്ച് ഏറ്റെടുക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ഓർക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുക മാത്രം ചിന്തിക്കാറുണ്ടായിരുന്നു. ഇത് വലിയ കാര്യമാണോ ചിന്തിക്കാറുണ്ടായിരുന്നു. Back in the day when preachers will come and talk about the heavenly promises and we see the older generation clapping, I was always thinking, why are they doing this? പക്ഷേ ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, ആ പ്രേമം വരുമ്പോഴുണ്ടല്ലോ, യേശുവിന്റെ പ്രേമം വരുമ്പോൾ നമ്മൾ അറിയാതെ കർത്താവിലേക്ക് അങ്ങ് ചേരുവാൻ നാം ആഗ്രഹിക്കും. When Christ's love comes into us without even knowing, we are excited to enjoy it. അതുകൊണ്ട് അപ്പോസ്തലൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് So that is why Paul says those who are withdrawn and joined with Christ. നമ്മൾ എന്നാ പറഞ്ഞാനെ, നമുക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നല്ല വരുമാനം ലഭിക്കുന്നത്, വാഹനം, വീട്, ആ ലോകം കൊണ്ട് അവസാനിക്കും, നമുക്കെല്ലാം, ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും അത്യുത്തമമായി പലതും But our തോന്നാറുണ്ട്. love is always going towards the things of this world യഥാർത്ഥ here. ക്രിസ്തുഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്. But there's one thing that Christ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് എത്ര അത്യുത്തമം. how blessed it is to leave this world and join with my യേശുവിന്റെ Christ. സ്നേഹത്തിനായി ഞാൻ സ്തോത്രം Thank you, ചെയ്യും. Jesus, for your love. നോക്കിക്കേ ദൈവജനമേ, അപ്പോ ഈ മാനിഫെസ്റ്റേഷൻ, അതായത് ഈ നാലാമത്തെ മാനിഫെസ്റ്റേഷൻ പറഞ്ഞല്ലോ, ഇത് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വെക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. There's one thing that God desires when we're here, ഞാനാകുന്ന പോലെ നിങ്ങളെ ആക്കി തീർക്കും. that I will turn you into the way I am. പക്ഷേ മനുഷ്യനിൽ നിന്ന് ദൈവം സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടോ? But in the human sense, do you desire that God's love? മനുഷ്യനിൽ നിന്ന് ദൈവം സ്നേഹം In the ആഗ്രഹിക്കുന്നുണ്ടോ? humans, do you desire for God's നിങ്ങൾ love? നിന്നെല്ലാം ദൈവം സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. That you are all desiring for God's മക്കളെ, love. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു, നിങ്ങളുടെ കർത്താവേ എന്നെ അല്ലെങ്കിൽ ദൈവം എന്നെ കരുതണമേ അല്ലെങ്കിൽ വഴി തുറക്കണം എന്നൊക്കെ പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹം എനിക്ക് വേണമെന്ന് അതിൻ്റെയൊക്കെ അർത്ഥം. Have you ever asking God, God give me this and that? It's അല്ലെങ്കിൽ നിങ്ങൾ desiring for His എന്തെങ്കിലുമൊക്കെ love. ദൈവത്തിൽ പഠിക്കാൻ ബുദ്ധി അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾ ഇങ്ങനെ ജോലിക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കും. ദൈവത്തിന്റെ സ്നേഹം കൊണ്ടല്ലേ ദൈവം നിങ്ങൾക്ക് വഴി തുറക്കുന്നത്. You asking this and that, isn't God opening the ways for you because He loves പക്ഷെ നിങ്ങൾ you? ഇന്ന് വരെയെങ്കിലും ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് എന്റെ സ്നേഹം വേണമെന്ന് എത്ര പേർ How many of ചിന്തിച്ചിട്ടുണ്ട്? you thought that I need God's love? നോക്കിയേ, Deuteronomy chapter 6 ഒന്ന് പോയാട്ടെ. Deuteronomy 6 verse 5. verse 5. Deuteronomy chapter 6 verse 5. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക. ഇതൊരു മഹത്തായ കൽപ്പനയാണ്. ഇതൊരു വലിയ കമാൻഡ്മെന്റ് ആയിട്ടാണ് ഇതിവിടെ That this is a പറഞ്ഞിരിക്കുന്നത്. very big commandment that has been granted to us. ദൈവിക നിയോഗത്താൽ എഴുതപ്പെട്ട തിരുവചനം ഒരു കൽപ്പന തന്നെ. ദൈവിക നിയോഗം നമുക്ക് നൽകി എന്താണ്? നിങ്ങൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന കർത്താവിന്റെ That God ആഗ്രഹം. Himself has given us a commandment that you should love Him with all your heart, all your soul, and all your might. മക്കളെ, ഇങ്ങനെ സ്നേഹിക്കുന്ന എത്ര പേര് How many of ഇതിനകത്തുണ്ട്? you love God like നിങ്ങൾ this? ഇങ്ങനെ സ്നേഹിക്കുന്ന സത്യം പറ, എത്ര പേർ ഇതിനകത്തുണ്ട്? How many of you love Him like this? How many are in this room like that? സ്തോത്രം. മക്കളെ, സത്യമായിട്ട് ഞാൻ ചോദിക്കുക, I'm saying in a very നിങ്ങൾക്ക് honest. യേശുവിനെ ഒന്ന് സ്നേഹിക്കാൻ, പ്രണയിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നൊന്ന് എന്താ പറയുക, നിങ്ങൾ നല്ലൊരു കൂട്ടുകാരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? Are you able to love Christ as a brother or as a നിങ്ങളുടെ friend? പൂർണ്ണ ഹൃദയത്തോടെ, വിത്ത് യോർ ഓൾ ഹാർട്ട്, വിത്ത് യോർ ഓൾ
with all soul and with all might. നിങ്ങൾക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? Are you able to love Christ with all your heart and all your മക്കളെ, soul ഞാൻ and നിങ്ങളുടെ all your mind? ദിവസമാര് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? Are you able to? നിങ്ങൾ അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് വായിക്കുന്നതും പാടുന്നതും അവിടെ ഇരുന്ന് ആരാധിക്കുന്നതും ഒക്കെ വെറുതെയാണ്. That if we say it without loving Him, it's all നമ്മുടെ for ഹൃദയത്തിനകത്ത് non-use. അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് We ഉണ്ടാവണം. need to have that within our hearts to love Him. സത്യം പറഞ്ഞാൽ ഞാൻ ചിലതൊക്കെ ദൈവസഭയ്ക്കകത്ത് കാണുമ്പോൾ ഒത്തിരി സങ്കടം എനിക്ക് There's തോന്നിയിട്ടുണ്ട്. so much sadness when I see some churches. സ്തോത്രം. പലപ്പോഴും എന്താണ്, അയ്യോ നമ്മുടെ ഇഷ്ടമുള്ളത് ചിലതുണ്ടെങ്കിൽ നമുക്ക് ആരാധനയ്ക്ക് വരാൻ പോലും മടിയാ. Oftentimes, if now we're getting what we don't like, we don't want to go to service. പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ 10, 40, 50 ഇവിടെ എത്തത്തുള്ളൂ. If there is cricket games, we will only reach even 50 minutes later after service starts. പാസ്റ്റർ ആരെയോ ഉദ്ദേശിച്ച് Who പറഞ്ഞാണല്ലോ. am I saying this towards to? ഞാൻ ഒന്നല്ല 2-3 പേരെ ഉദ്ദേശിച്ച് I'm പറഞ്ഞതാണ്. not saying one, but three. ആമേൻ. അത് വ്യക്തം നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞാണ്. You know who I am talking to. അത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ആരെ ഉദ്ദേശിച്ച പറഞ്ഞത്. You know who I am talking to. അതുകൊണ്ട് ഈ വാക്യം ഒന്ന് അടിവരയിട്ട് ബൈബിളിനകത്ത് സൂക്ഷിക്കണം കേട്ടോ. So please highlight these verses. എന്നിട്ടൊന്ന് ചോദിക്കണം, കർത്താവേ ഞാൻ അങ്ങനെ ആകുന്നുണ്ടോ എന്ന്. Then ask yourself, am I becoming like this? ഇല്ലെന്നൊരു ഉത്തരവാണെങ്കിൽ ദാ രണ്ട് ആ ഡോർ ഇങ്ങനെ തുറന്നിട്ട് നരകത്തിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നില്ലയോ. എപ്പം ഈ ലോകം തീരുന്നു അല്ലെങ്കിൽ എപ്പം ജീവിതം അവസാനിക്കുന്നു അന്നേരം അങ്ങോട്ട് പോകും. As soon as you end here, you will go there. സ്തോത്രം. ഏറ്റെടുത്ത വിടുതല. If you take it, it's a miracle for ജീവിതത്തെ you. തമാശ കളിച്ച് കെട്ടിക്കളയരുത്. Wasting your life, do not waste it as a comedy. ഭവനത്തെ തമാശ കളിച്ച് കെട്ടിക്കളയരുത്. Do not take your family as a joke. ആത്മീയ ദർശനത്തെ കെട്ടിക്കളയരുത്. Do not take the spiritual life ദൈവം തന്ന as a joke. അഭിഷേകത്തെ കെട്ടിക്കളയരുത്. Do not tie it in his. വളരെ വ്യക്തമായി ഞാൻ പറയാം. I'm saying in a very serious manner. ആത്മനിയോഗത്തോടെ നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്തു You വരണം. need to come back and return into the love കാരണം of God. എന്താണെന്നറിയാമോ? Why? നിങ്ങളുടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. Because your God loves you. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ സ്നേഹിക്കുന്നു. That your pastor അത് loves പറയുമ്പോൾ നിങ്ങൾക്ക് സ്നേഹമില്ലല്ലോ. സ്തോത്രം. Amen. ആമേൻ. Amen. കർത്താവ് സഹായിക്കട്ടെ. നോക്കിയേ ഇനി ഡ്യൂട്ടറോണമി ചാപ്റ്റർ 10:12 ഒന്ന് വഴി ആമേൻ ആമേൻ നോക്കിയേ 10:12 നോക്കിക്കേ. യഹോവയായ ഇസ്രായേലേ, ആ നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും ആ അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ മതിയമ്മാമേ. അവിടെ ഒരു വാക്കിപ്രകാരം അവന്റെ എല്ലാ വഴികളും നടക്കുകയും അവനെ സ്നേഹിക്കുകയും. to walk in all his ways and to love അപ്പോൾ him. ദൈവം എന്താ So what ആഗ്രഹിക്കുന്നത്? is God wanting from you? നിങ്ങൾ എന്റെ വഴികൾ നടക്കണമെന്ന് I need you to ആഗ്രഹിക്കുന്നത്. walk in my ways. ഇത് പഴയ നിയമത്തിലെ കാര്യം. This is in the Old Testament right now. കർത്താവ് പറയാ എന്റെ എല്ലാ വഴികളും I നടക്കണം. need you to walk in all my അപ്പോൾ ഒരു ways. ചോദ്യം ഇവിടെ ഉണ്ട്. There's a question. കർത്താവിന്റെ മഹാസ്നേഹമായ പുത്രൻ നമുക്ക് വേണ്ടി അതിന് നൽകി That തന്നിട്ടില്ല. he has granted his son for us for അവൻ his love. മരുഭൂമിയിൽ നടക്കുമ്പോഴും പകൽ മേഘസ്തമോ രാത്രി അഗ്നിസ്തമോ ഇറങ്ങി നിൽക്കും ദൈവത്തെ ഇവർ കണ്ടിട്ടുള്ളൂ. That through the wilderness all they see is a pillar of cloud and pillar of പക്ഷേ fire. യൗവനക്കാർ ഞാൻ ചോദിക്കാം, മക്കളെ നിങ്ങളുടെ എല്ലാ വഴികളിലും സ്തോത്രം ദൈവം ദൈവത്തിന്റെ എല്ലാ വഴികളും നിങ്ങൾക്ക് നടക്കാൻ But are you കഴിയുന്നുണ്ടോ? able to walk in all of his ways? നിങ്ങളുടെ എല്ലാ വഴികളും അവനെ സ്നേഹിക്കാൻ Are you കഴിയുന്നുണ്ടോ? able to love him in all of your മാതാപിതാക്കൾ ways? നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? Are you able to do that? ഇല്ലെങ്കിൽ ഒന്ന് പറ, കർത്താവേ എനിക്ക് അങ്ങേ സ്നേഹിപ്പാൻ എനിക്കൊരു ഹൃദയം എനിക്ക് നൽകി If not, തരണേ. ask God, would you give me a heart to love മക്കളെ അങ്ങനെ you? ഒന്ന് എത്ര യൗവനക്കാർക്കൊന്ന് പ്രാർത്ഥിക്കാൻ Are കഴിയും? you ready to pray like കർത്താവേ that? എനിക്ക് അങ്ങേ സ്നേഹിക്കാൻ ഒരു ഹൃദയം. God, would you change and give me a heart to മക്കൾ നിങ്ങളുടെ love കരം you? ഒന്ന് ഉയർന്നിരിക്കട്ടെ. You raise your hands. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ You കഴിയും? can pray like കർത്താവ് that. എനിക്ക് അങ്ങേ സ്നേഹിക്കാൻ ഒരു ഹൃദയം. God, would you give me a heart to മാതാപിതാക്കൾ love നിങ്ങളുടെ you? കരം ഒന്ന് ഉയർന്നിരിക്കാമോ? Jesus. നിങ്ങൾ പലവിധ അഭിഷേകങ്ങളിൽ കടന്നു I know പോകുന്നവരായിരിക്കും. many of you are going പക്ഷെ many ഒറ്റ different കാര്യം, things. കർത്താവ് എനിക്ക് അങ്ങേ സ്നേഹിക്കാൻ ഒരു ഹൃദയം. But would you grant me a heart to love എനിക്ക് അങ്ങേ you? സ്നേഹിക്കാൻ ഒരു ഹൃദയം. Would you grant me a heart to love you? ആമേൻ. ഹല്ലേലൂയ. അതേ ആമേൻ. ഡ്യൂട്ടറോണമി ചാപ്റ്റർ 30:6 ഒന്ന് വന്നേ. 30 verse 6. ഒന്ന് വായിച്ചേ. And- ആ ആ ആമേൻ. അവിടെ ആ വാക്കിന്റെ അർത്ഥം ഞാൻ ഒന്ന് പറയാം. നോക്കി അവിടെ പറയാ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. To the Lord your God, to live it according to his heart and all his soul and all might, he will circumcise your heart and the heart of your offspring. എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാത്തൊരു ഹൃദയമാണെന്ന്
നന്നായിട്ട് ദൈവത്തിന് That അറിയാം. God knows that you have a heart that does not love Him. നമുക്കെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാം ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാത്ത ഹൃദയമാണെന്ന് ദൈവത്തിന് നന്നായിട്ട് That അറിയാം. God actually really knows that you don't have a heart that doesn't പുതിയ love Him നിയമ back. സഭായുഗത്തിൽ പുതിയ നിയമഭാഷയിൽ ഇങ്ങനെ പറയാം, ദൈവ സ്നേഹ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ലോക സ്നേഹം മാറ്റി ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് So കൊടുക്കും. to the New Testament church, remove the love for the world and get a heart that loves towards അതെങ്ങനെ God. നമുക്ക് കിട്ടിയേ? How can we get that? യേശുവിന്റെ ക്രൂശീകരണത്താൽ, യേശുവിന്റെ മാനിഫെസ്റ്റേഷനിലാൽ നമുക്ക് നൽകപ്പെട്ട സ്നേഹത്താൽ ലോക സ്നേഹം നമ്മിൽ നിന്ന് മാറുകയും അവന്റെ തിരഞ്ഞെടുപ്പിനാൽ ദൈവത്തെ സ്നേഹിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയം നമുക്ക് നൽകി The തരികയും love that was ചെയ്തു. crucified on the cross of Calvary, that He Himself will grant us a heart to love Him back. അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം രക്ഷിക്കപ്പെട്ട് കർത്താവിനെ കണ്ടെത്തിയ ദിവസത്തിലേക്ക് ഒന്ന് ഓർത്താൽ മതി. If you need to know, remember the day you accepted Him as His personal എന്താ അതിന്റെ Savior. പ്രത്യേകത? What is the importance of that? അയ്യോ, നമുക്ക് എന്നാ പ്രേമോ കർത്താവിനോട്, How much love do we have നമുക്ക് towards എന്നാ Him? സ്നേഹം How much കർത്താവിനോട്. love do we കർത്താവിന് have? ഓടണോ, പാടണോ, മരിക്കണോ, ചാടണോ, ട്രാക്ട് എടുക്കണോ, മിഷൻ വർക്കിന് പോകണോ, അല്ല എന്നാ വേണോ പറഞ്ഞാൽ മതി, നമ്മൾ എവിടെല്ലാം ഉണ്ട്. Christ, we didn't worship or go to ministry or do anything that you want to do because of your love മക്കളെ towards Him. ആരാധിച്ചാൽ പോലും കൊതി തീരത്തില്ല. Not even worshiping would end our love എപ്പോഴും towards Him. പാടുവാൻ പ്രാർത്ഥിക്കാൻ We ആഗ്രഹം. always need to wanting to pray. കുടുംബ പ്രാർത്ഥനയ്ക്ക് എന്നെ How ആഗ്രഹമാണ്. much desire for family prayer? വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് എന്നെ How many ആഗ്രഹമാണ്. desire for other ദൈവത്തോട് prayers? ചേർന്നിരിക്കാൻ ഭയങ്കര How many desire ആഗ്രഹമാണ്. to join with അതാണ് Him? തുടക്കത്തിലെ ഹൃദയം. That's the first പക്ഷെ love. കർത്താവ് നോക്കിയപ്പോ ആ മനസ്സേക്കൊക്കെ മാറി. And that looking now, that heart has ആമേൻ, changed. സ്തോത്രം. ഇതിനകത്ത് എനിക്കൊരു That സ്ഥാനവുമില്ല. I have no place in this heart. ആമേൻ, ഒരുപക്ഷെ നിങ്ങളെ പണ്ട് ഒരു വായിച്ച് കാണും, അല്ലെങ്കിൽ ആമേൻ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇപ്രകാരമാണ്. You may have seen a video earlier. ആമേൻ, പല സ്കിറ്റുകളും അത് ചർച്ചിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. Many skits have been done throughout ഒരു churches. വ്യക്തി ഒരു കാർ വാങ്ങി. A guy അറിയാമോ buys a സംഭവം? car. ഓക്കെ, സന്തോഷം. ആമേൻ, ഒരു വ്യക്തി ഒരു കാർ വാങ്ങി. One person buys a car. ആ കാറിനകത്ത് ആമേൻ എന്ത് ചെയ്ത്, യേശുവിനെ, ഇപ്പം പുതിയതായിട്ട് കാർ വാങ്ങിയവരെ കൊണ്ട് നിങ്ങളെ പറയുമല്ലേ, ആമേൻ നോക്കിയേ, യേശുവിനെ എന്ത് ചെയ്ത് തൊട്ടരികിലെ സീറ്റിലിരുത്തി. Then Christ was sat at the next seat. അപ്പൊ എന്ത് ചെയ്ത്, യേശുവിനെ അപ്പോഴത്തേന് വഴി വെച്ചൊരു ഫ്രണ്ടിനെ കണ്ടു. Then he sees another friend. അപ്പം ആ വ്യക്തി അല്ലെങ്കിൽ പാസ്റ്ററെ കണ്ട് ആ പാസ്റ്ററെ ഫ്രണ്ട് ഇരുത്തിയേ പറ്റത്തുള്ളൂ. That guy must put pastor in യേശുവെ front. ഒന്ന് So പുറകോട്ടിരിക്കണം. Christ, can you go back? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമേൻ സ്തോത്രം ദാ വരുന്ന ആമേൻ പൊന്നൂസ് പാസ്റ്റർ. That looking later, he sees Ponu's pastor അപ്പം coming. കർത്താവിനെ യേശു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, പൊന്നൂസ് പാസ്റ്റർ So കയറ്റിക്കോട്ടെ. Christ, can you move over? Let me put pastor here. പിന്നെ നോക്കിയവനെ പാസ്റ്റർ ജെറമി വരുന്നു. Then he sees Pastor Jeremy coming. അപ്പൊ ഫിന്നി പാസ്റ്റർ പറഞ്ഞ ഫ്രണ്ടിൽ തന്നെ ഇരുന്നോ, കുഴപ്പമില്ല, ബാക്കി യേശു അഡ്ജസ്റ്റ് ചെയ്തോളും, പൊന്നൂസ് അഡ്ജസ്റ്റ് ചെയ്തും പുറകോട്ടും കയറിക്കോളാൻ So പറഞ്ഞു. Fini pastor just move forward. Other pastor will move, and Christ just move പിന്നെ over. കുറച്ച് ദൂരം കൂടെ ചെന്നപ്പോഴാണ് നെവ് പാസ്റ്റർ ഇങ്ങനെ കൈ കാണിക്കുക. After long distance, he sees Nebo pastor. അപ്പോഴത്തേന് എന്ത് ചെയ്ത്, വീണ്ടും ആശ്രമ വണ്ടി നിർത്തി. So now Asher just stops the car. എന്നിട്ട് പറഞ്ഞു, യേശുവെ ഒന്ന് ഇറങ്ങി നിൽക്കേ, ഞങ്ങൾ ദൈവദാസന്മാരെല്ലാം കൊണ്ടൊന്ന് പോയിട്ട് Christ, വരട്ടെ can you get out? Let me get in and go together with them. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹൃദയം. That's like our hearts. ഓരോ കാര്യം കേറും തോറും യേശുവിനെ ഒരു സൈഡിലോട്ട് As one ആക്കും. more thing comes into our heart, Christ is being kicked out. എന്നിട്ട് എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോ യേശു അവിടെ നിൽക്കുന്നേ So ഉള്ളൂ. when we get everyone, we look back and we see പലപ്പോഴും Christ. നമ്മുടെ യാത്ര യേശു ഇല്ലാത്ത This യാത്രയാണ്. is our journey most of the time പക്ഷേ without ഈ Christ. വാക്യം വ്യക്തമായി പറയാം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും ഈ തലമുറയുടെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യുന്നു പറഞ്ഞാൽ, നിങ്ങളെ ഇപ്പോൾ ഹൃദയത്തെ ലോക സ്നേഹത്തെ മാറ്റിയിട്ട് എന്നെ പ്രേമിക്കാൻ, യേശുവിനെ പ്രേമിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകി To love Him with all your heart and soul and mind, He will circumcise out the world's love and give you a new heart. ഹൃദയം എത്ര പേർക്ക് How do you വേണം? desire that heart? യേശുവിനെ സ്നേഹിക്കാൻ ഒരു To ഹൃദയം എത്ര love പേർക്ക് God, a വേണം? new heart. മക്കളെ, അങ്ങനെ ഒരു ഹൃദയം എത്ര പേർക്ക് How many of you വേണം? desire for that heart? പറ, എനിക്ക് കർത്താവ് എനിക്കൊന്ന് വേണം. Say, Christ, I need that heart. എന്താ അതിന്റെ പ്രത്യേകത? What's the importance of ഞാൻ this? നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടുള്ള ആ വാക്യം മക്കളെ സദൃശവാക്യം ഒന്ന് എടുത്തേ. Proverbs chapter 3 and 5 1 verse ഇപ്രകാരം പറയുന്നു. Proverbs chapter 3 5 1 verse. പൂർണ്ണഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിച്ച് ആ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. യാ നിന്റെ എല്ലാ വഴികളും അവനെ നിരച്ചുകൊണ്ടാൽ ആ അവൻ നിന്റെ പാതകളെ നേരെയാക്കും.
Amen. Trust the Lord with all your heart. Do not lean on your own understanding. In all your ways acknowledge Him, and He will make straight your paths. യൗവനക്കാർക്ക് മാത്രമുള്ള നമ്മുടെ എല്ലാം Not for the ജീവിതത്തിലുള്ള youngest, but for all of our lives. നിങ്ങളിപ്പോൾ ഏത് പാതയിൽ നിൽക്കുന്നുള്ള കർത്താവിന്റെ വിഷയമല്ല. Even wherever you're standing, God doesn't care. നിങ്ങളുടെ മുൻപിൽ അടുത്ത വളവ് കഴിഞ്ഞാൽ എന്നാന്ന് പോലും നമുക്ക് You may not know even the next curve that's coming on your ഒരു life. കാര്യം ഉറപ്പ് But പറയാം, one thing I say with hope, സകലതിനെ നേരെയാക്കാൻ ഒറ്റ കാര്യം മാത്രം there's only ചെയ്താൽ one മതി. thing that makes straight your ആ path. പൂർണ്ണ ഹൃദയം, ഏത് ഹൃദയം? ലോക സ്നേഹം മാറ്റിയിട്ട് യേശുവിനെ സ്നേഹിക്കാനുള്ള ആ ഹൃദയത്തോടെ കർത്താവേ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, സകലതിനെ നേരെയാക്കാൻ കഴിയുന്ന ഒരു ദൈവം To remove നമുക്കായുണ്ട്. the world's heart and trust Him with all your heart, He will make your path പക്ഷെ പല straight. ചോദ്യങ്ങൾ കർത്താവ് ഇനി നേരെയാക്കാൻ But there's കഴിയുമോ? many questions. How can He make it പക്ഷെ straight? എങ്കിലും ദൈവത്തിന്റെ കയ്യിൽ മറുപടി ഇല്ലാത്ത ഒരു വിഷയമില്ലെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു There's not പറയാം. even one problem that God doesn't know the answer to. വിശ്വസിക്കാൻ പാടാ ഇല്ല, It's so hard for us to believe. എന്റെ ജീവിതം എനിക്കല്ലേ അറിയത്തുള്ളൂ. I know my life only. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, One thing I'll say, ഏതിന്റെ ഉത്തരം യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ if you സ്വർഗത്തിലേക്ക് believe that God has the answer to all problems, അത്യുച്ച നാദത്തെ കർത്താവ് അങ്ങ് ഞങ്ങൾ ആശ്രയിക്കുന്നു. and I believe and I hope in you, Christ, നിങ്ങളെ കരങ്ങളൊന്ന് can ഉയർക്കാമോ? we raise our hands? നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിന്റെ ഉത്തരം യേശു എന്ന് നിങ്ങൾ No matter വിശ്വസിക്കുന്നുണ്ടോ? what shit you're going through in life, Jesus has your answer. മക്കളെ, യേശുവാണ് നിങ്ങളുടെ ആൻസർ. യേശുവാണ് നിങ്ങളുടെ Jesus ഉത്തരം. is your ആ കരങ്ങൾ answer. മക്കളെ ഒന്ന് യവനക്കാരൊന്ന് ഉയർത്തിയേ. Can you raise your hands? മാതാപിതാക്കളൊന്ന് ഉയർത്തിയേ. Parents, can you raise your എന്നിട്ട് hands? യേശുവേ ഒന്ന് വിളിച്ചേ. Christ, Jesus, can you യേശുവേ call on ഒന്ന് Him? വിളിച്ചേ. Jesus, we love you. അപ്പാ. Lord, we need you, God. ഓ, എത്ര മഹത്തായ സ്നേഹം, How great of a love that's എത്ര been given. മഹത്തായ സ്നേഹം. How great of a love. ഓക്കേ, ഇതൊക്കെ വായിച്ച യോശുവയുടെ തലമുറയിലേക്ക് എത്തിയപ്പോൾ യോശുവ ഒരു വാക്യപ്രകാരം Then പറയുന്നുണ്ട്. Joshua says to his generation, ജോഷുവ ചാപ്റ്റർ 23 വേഴ്സസ് 11 ഒന്ന് വന്നേ. Joshua 23 verse 11. Be very careful, therefore. Amen. മക്കളെ ഇംഗ്ലീഷിൽ Be വായിച്ചടാ. very careful, therefore, to love the Lord your God. മക്കളെ, നിങ്ങൾ എല്ലാം ഇത് കണ്ടോ? എല്ലാം ഇത് കണ്ടോ? മാതാപിതാക്കളെ കണ്ടോ? പറയാ, അതുകൊണ്ട് നിങ്ങൾ ദൈവമായ യഹോവയെ എന്തിനാ സ്നേഹിപ്പാൻ? Why Oh, is come He on. granted to love Him എന്തിനാ back? ദൈവത്തെ സ്നേഹിപ്പാൻ? എങ്ങനെ ആയിരിക്കണം? ജാഗ്രതയുള്ളവരാവണം. To be very careful to love the Lord your vigilant ആകണമെന്ന് God. You പറഞ്ഞേ. have to be very vigilant to love Him. ഓ, ഇങ്ങനെ നമുക്കുണ്ടോ? Do we have this type of love? ഫെയ്ത്ത് ടാബർനാക്കിളെ അങ്ങനെ നമുക്കൊരു ഹൃദയമുണ്ടോ? Pray Tabernacle, do we have a heart that's like this? ജാഗ്രതയോടെ സൂക്ഷിക്കുന്ന ഒരു A ഹൃദയമുണ്ടോ? heart that is very careful to keep that love. ജീസസ്. നമുക്ക് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം അല്ല, എന്തിനേറെ പറയുന്നു, നമ്മളൊരു പുതിയ മൊബൈൽ ഇറങ്ങുമ്പോഴേ മേടിച്ചു കഴിഞ്ഞാൽ എത്ര നന്നായിട്ടാണ് ഞാൻ നിങ്ങൾ When we സൂക്ഷിക്കുന്നത്. get a new mobile, how much love and care is being പക്ഷെ given to that. പഴകുന്തോറും ഒരു വട്ടൊക്കെ രണ്ടു തൊട്ടൊക്കെ വീണ് കഴിപ്പിട്ട് നമ്മളൊക്കെ But യൂസ് as it ആവും. gets older, if it drops, we don't care at പക്ഷെ that time. എങ്കിലും നമുക്കൊരു ശ്രദ്ധയുണ്ട്. But still, we have attention towards ആമേൻ. it. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ But one thing in പറയാം, the Spirit I say, അങ്ങനെ ലോകത്തിൽ നിസാരമായിട്ടുള്ള ഇതിനൊക്കെ അത്രയും ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കർത്താവ് തന്നെ യോശുവോട് പറയാ, മക്കളെ നിങ്ങളുടെ ഹൃദയം but if ജാഗ്രതയുള്ളതായിരിക്കണം. you're very careful to love the word things of the Lord, God is saying to Joshua, be very careful to മോനെ, love the Lord. നിന്റെ ചിന്തകൾ ജാഗ്രതയുള്ളതായിരിക്കണം. That your thoughts have to be very careful. നിങ്ങളുടെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, ഡിസൈറുകൾ That your ജാഗ്രതയുള്ളവരായിരിക്കണം. desires and your thoughts have to be kept very അത് careful. പ്രായ വ്യത്യാസം എന്നെ That there's ജാഗ്രതയുള്ളവരായിരിക്കണം. no age difference. That you need to be careful. കർത്താവേ, എനിക്ക് അങ്ങനെ ഹൃദയം തരാമോ? God, would you grant me a heart like കർത്താവേ, this? എനിക്ക് അങ്ങനെ ഹൃദയം Would തരാമോ? you grant me a heart like this? അയ്യോ, Lord? ഞാൻ ഈ വാക്യം വായിച്ചു പലവട്ടം വായിച്ചില്ല, പക്ഷെ ഇങ്ങനൊക്കെ ജാഗ്രതയാകണമെന്ന് ഇപ്പൊ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീണ്ടും ഒന്ന് I വായിക്കുന്നത്. kept on reading this. I understand that I അമ്മ need a കണ്ണി careful ഉടക്കുന്ന heart. ജാഗ്രത വാക്കണം. സത്യം പറഞ്ഞ ഞാൻ കർത്താവേ, നമ്മൾ എത്രമാത്രം ജാഗ്രതയുള്ളവരാ. How careful are we to love the Lord our God? സ്തോത്രം. ഇന്ന് പകൽക്കാൽ നമ്മൾ വാഹനമൊക്കെ നല്ല സ്പീഡ്, നമ്മളല്ലേ വാഹനമൊക്കെ ഭയങ്കര സ്പീഡ് We are ഓടിക്കാറുണ്ട്. constantly driving so fast. പക്ഷേ നമ്മുടെ ഗൂഗിൾ മാപ്പിലും വേസിലും ഒക്കെ എന്താണ്, പോലീസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? As soon as we get a notification that the cops are near, ഓ സ്തോത്രം. എന്ത് ചെയ്യും? we slow down. നിങ്ങൾ മിണ്ടുന്നില്ല. എന്ത് ചെയ്യും? പക്ക സ്ലോ ഡൗൺ ചെയ്യും. We will definitely slow down. സ്തോത്രം. എന്താ കാര്യം? Why? ഈ വാണിംഗ് അല്ല മാമേ, ടിക്കറ്റ് കിട്ടുക. ആരാ വാണിംഗ് എന്ന് പറഞ്ഞേ? ഈ വാണിംഗ് അല്ല, ടിക്കറ്റ് കിട്ടുക തന്നെ ചെയ്യും. വാണിംഗ് കിട്ടിയവർക്കായി സ്തോത്രം. Thank God for those that receive warning.
ഒത്തിരി കഥകളൊക്കെ ഓർമ്മ വരുന്നുണ്ട്, പോട്ടെ. എന്നിരുന്നാലും നമ്മൾ എന്തെങ്കിലും വിജിലന്റ് That ആവും. we will become so vigilant there. കാരണം പിടി വീഴും, ഓൺ ദ സ്പോട്ടിൽ പിടി വീഴും, നമുക്ക് ഉറപ്പാ. That we absolutely know ആ that it will വാക്ക് കേട്ടോണം. എന്താണ്? ഓൺ ദ സ്പോട്ടിൽ പിടി വീഴുമെന്ന് ഉറപ്പാ. നിയമം തെറ്റിച്ച പിടി വീഴും, നമുക്ക് ഉറപ്പാ. that if we break the law, we know that നമ്മൾ we will get in trouble ഭയങ്കര for it. ജാഗ്രതയായിരിക്കും. That we have to be very careful പക്ഷെ there. കർത്താവിന്റെ ദീർഘക്ഷമ കൊണ്ട് നമുക്ക് ആർക്കും എന്ത് ചെയ്യുന്നില്ല. But because of the forgiveness of our God, ദൈവമേ നന്ദി പറയാം. എപ്പോഴും പറ, നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒരു ശബ്ദ തരംഗം ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ ഒരു ബ്ലാങ്കറ്റ് ഒന്നും പോരാ മൂടാൻ. ആമേൻ, ആമേൻ. അങ്ങനെ അതാ എന്തായാലും അവിടെ ചെന്ന് കേൾക്കും. ആമേൻ, അതവിടെ നിൽക്കട്ടെ, ഇല്ലയോ? അതാ ഒരു ആശ്വാസം നമ്മുടെ. സ്തോത്രം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒന്നും കൂടെ പറയുക, ജാഗ്രതയുള്ളവരായ യേശുവിനെ once സ്നേഹിക്കണം. again, be very careful to love the നമ്മൾ Lord your God. ഭയങ്കര വിജിലന്റ് It's ആകണം. so important to be careful. കർത്താവിനെ സ്നേഹിക്കുന്ന ഭയങ്കര വിജിലന്റ് To love ആകണം. the Lord your God is very vigilant. ആമേൻ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താ? Why is God saying this here? യോഹന്നാൻ തന്നെ ഒരു വ്യാഖ്യാനം. യോഹന്നാന്റെ 2 John chapter 1:6 ഒന്ന് വന്നേ. Come to 2 John 1:6. നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത്. ഓ, And this is love, that we walk according to his commandments. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തോട് സ്നേഹം എന്തുവാ? So what is the meaning of loving God? ജാഗ്രതയോടെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാൽ ഞാൻ പറയുന്ന സ്നേഹമാ. By vigilantly loving according to his commandments. അയ്യോ, അങ്ങനെ ബൈബിൾ That's പറയുന്നത്. what the word of God says. സ്തോത്രം. മക്കളെ നോക്കിയേ, അതായത് ഇപ്പൊ ഒരു ചിന്ത വന്നാൽ, If a thought comes, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ, or if I see something, കാണരുതെന്ന് പെട്ടെന്ന് മനസ്സ് വിലക്കിയാൽ, if a confession comes into our mind not to see that, അതിനെ ദൈവമേ എന്ന് വിളിച്ച് അതിൽ നിന്ന് മാറിയാൽ, I will call God, and if I move away from it, അല്ലെങ്കിൽ അതിനോട് I കണ്ണടച്ചാൽ, just close my eyes, അതിന് ഇങ്ങനെ പറയാം, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യും. that's the meaning of God's love is being manifested in you. സിമ്പിളായിട്ട് പറഞ്ഞു. I'm saying it in a simple way. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ജഡത്തിന്റെ ഒരു വാക്കു പറയണമെങ്കിലോ ചിന്തിക്കണമെങ്കിലോ ഏതെങ്കിലും ഒക്കെ ജഡത്തിന്റെ ഇഷ്ടം വരുമ്പോൾ അതിനോട് നോ പറഞ്ഞൊന്ന് തിരിയാൻ എനിക്കും നിങ്ങൾക്കും ആമേൻ കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ വാക്യം വായിച്ച ഒറ്റ കാര്യമാണ്. എന്താണ്? ദൈവത്തോടുള്ള സ്നേഹമാണ് ആ ജാഗ്രതയിലുള്ള അനുസരണം എന്ന് പറയുന്നത്. That if you're walking away from the fleshly walk and the desires, what does that mean? You're manifesting to be very vigilant to the love of God. ഞാൻ നിങ്ങളെ ക്രൂശീകരണത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. Let's go to the crucifixion. അല്ലെങ്കിൽ നോക്കിയേ, നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, സ്വർലോകം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി യേശുനാഥൻ എന്ന് That പറയാറുണ്ട്. he who left the heavens and came down into the world. മക്കളെ, പിതാവിന്റെ ഇഷ്ടമായിരുന്നു പുത്രനെ ഭൂമിയിലേക്ക് It അയക്കാൻ. was God's love to send his son. നോക്കി, അവിടെ യേശുക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു There's a prayer പ്രാർത്ഥന. that Christ says in Gethsemane. കർത്താവേ, കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്നും He says നീക്കണമേ. a prayer, Father, if it's your will, take this cup away അത് from ഞാൻ me. ഇങ്ങനെ പറയാം, അത് സത്യം പറയാം, യേശു പൂർണ്ണ മനുഷ്യനായതുകൊണ്ടും ആ ജഡത്തിന്റെ ഒരു ചിന്തയിൽ വന്ന ഒരു And പ്രാർത്ഥനയാണ്. because Christ is 100% human, that fleshly word is what പക്ഷെ came out there. തൊട്ടടുത്ത നിമിഷം താൻ അതിനെ Then മറികടന്നു. he says another answer afterwards. പറയാ, കർത്താവ് എന്റെ ഇഷ്ടമാണ്. ആരുടെ ഇഷ്ടമാ? എന്റെ ഇഷ്ടമല്ല, എങ്കിലും പിതാവിന്റെ ഇഷ്ടം. But not my will, but Father, your will അവിടെ be മനസ്സിലായേ? done. What do we see here? ജാഗ്രതയോടെ പിതാവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ഒരു പുത്രൻ. A very careful one to keep the love of God. മകളെ, നിങ്ങൾക്ക് എത്ര പേർ എന്റെ ഇഷ്ടമല്ല കർത്താവ് ഇന്നും പോകുന്നത്, ചെയ്യുന്നത്, ഹാങ് ഔട്ട് ചെയ്യുന്നത്, കർത്താവ് അങ്ങയുടെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിച്ചാൽ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കും. That is not my will to go after the world, but to love you, Christ. Will you do that? ആമേൻ. അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ? Are we able to love like that? ആ കരങ്ങളിൽ കർത്താവ് നന്ദി Can we raise പറഞ്ഞു. our hands? ഓ, ശക്തിയോടെ നന്ദി Can we raise പറഞ്ഞു. our hands and thank the Lord? ആ യേശുവിന്റെ സ്നേഹത്തിലേക്കൊന്ന് കയറി Can we വന്നാട്ടെ. come into the love of God? ആമേൻ. Amen. ഈ യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ ഞാൻ വേഗത്തിലേക്ക് പോകാം. ഓക്കെ, അതിന്റെ 9ാം വാക്യത്തിലേക്ക് വന്നേരെ. Can we come to verse 2 John 1:9. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ ആ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ആ ദൈവം ഇല്ല. ആഹാ, സ്തോത്രം. ഉപദേശത്തിൽ നിലനിൽക്കുന്ന ഒരു പിതാവും പുത്രനും ഉണ്ട്. ആ വാക്യം നിങ്ങൾ നന്നായിട്ട് നോക്കിക്കേ. Pay attention to this verse. ആദ്യം പറഞ്ഞു യേശുവിനെ സ്നേഹിക്കാൻ, ദൈവം സ്നേഹിക്കാൻ ജാഗ്രതയുള്ള ഹൃദയം വേണമെന്ന് നമ്മൾ We need പറഞ്ഞു. a vigilant heart to love പക്ഷെ towards വീണ്ടും God. പുതിയ നിയമത്തിൽ കുറച്ചുകൂടെ ഗൗരവമായിട്ടാണ് But it says it പറയുന്നത്. more seriously in the New എന്താ Testament. പറയുന്നേ? ക്രിസ്തു ഉപദേശത്തിൽ നിലനിൽക്കാതെ, അപ്പൊ അതിന് അതിരുണ്ട്. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല. നോക്കിയ, യേശുവിനെ സ്നേഹിക്കണമെങ്കിൽ എന്തുണ്ട്? To love God, what is there? ഉപദേശത്തിന്റെ ഒരു അതിർവരമ്പുണ്ട്.
There needs to be a teaching that's happening there. നിങ്ങൾക്ക് അത് പിടികിട്ടിയോ? You know, are you മക്കളെ, understanding? തിരുവചനമാകുന്ന ഉപദേശത്തിന്റെ അതിർവരമ്പിനകത്ത് നിന്ന് സ്നേഹിച്ചെങ്കിൽ മാത്രമേ, പാടിയെങ്കിൽ മാത്രമേ, പ്രസംഗിച്ചെങ്കിൽ മാത്രമേ, കൈയടിച്ചെങ്കിൽ മാത്രമേ, ആ അതിർവരം ഉപദേശത്തിന് അന്യഭാഷ പറഞ്ഞെങ്കിൽ മാത്രമേ, എന്നാ ചെയ്താലും, ആ ഉപദേശത്തിന് കൊടുത്താലും നിന്നാലും വേടിച്ചാലും എന്നാ ചെയ്താലും ആ ഉപദേശത്തിന്റെ അകത്ത് നിന്ന് ചെയ്തെങ്കിൽ മാത്രമേ എന്തുള്ളൂ? പുത്രനും പിതാവും പരിശുദ്ധാത്മാവ് എന്നിവർ ദൈവം നമ്മളിൽ ഉള്ളൂ എന്നാണ് That only if you will stay within the boundary of the Word of God, you only have the Father, the Son, and the Holy Spirit within you. ജീസസ്. മക്കളെ കയറി വന്ന് പത്തായി Amen. നോക്കിക്കേ, അവർ യേശുവിന്റെ സ്നേഹത്തിന് ഗൗരവമായി, അല്ലെങ്കിൽ ഈ ദൈവത്തെ സ്നേഹിക്കാൻ ഗൗരവമായി നമ്മളെ പഠിപ്പിക്കുക. It's teaching us to take His love very seriously. നോക്കിയേ, പുത്രൻ ഗൗരവമായിട്ടല്ലേ പിതാവിന്റെ കൽപ്പനകളെ എടുത്ത്? Didn't Christ take in a very serious way God's commandments? നിങ്ങൾ കേൾക്കാത്ത പോലെ. Are you not hearing? അല്ലെ, പുത്രൻ ഗൗരവമായിട്ടല്ലേ പിതാവിന്റെ Didn't Christ take in a കൽപ്പന? serious way God's commandments? ഞങ്ങൾക്ക് അറിയാം അത് അങ്ങനെ. Yes, യേശു ക്രൂശീകരിക്കപ്പെട്ട് മരിച്ചു അടക്കം ഉയർത്തി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. Yes, we know He died and പക്ഷെ അതിനെ resurrected. നോക്കണം, പുത്രനെ എന്ത് ചെയ്യാ? തന്നു. That He gave us ആ Christ, the Son. ഗൗരവമായ കൽപ്പന എടുത്തു. That He took the commandments. ഞാൻ അതിന് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. I always think like this. കർത്താവ് യേശു ക്രിസ്തുവിനെ തീർച്ചയായും ഡിക്ലെയർ ചെയ്യാമായിരുന്നു. എന്ത് ചെയ്യാമായിരുന്നു? കർത്താവിന് അധികാരം വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവ് യേശു ഡിക്ലെയർ ചെയ്യുക. നോ, നിങ്ങൾക്ക് എന്നെ ക്രൂശീകരിക്കാൻ കഴിയത്തില്ല. That Christ has the full authority to say you have no right to crucify അല്ലെങ്കിൽ me. ഞാൻ ഇതിൽ പിന്മാറുക എന്ന് പറഞ്ഞാൽ എന്നാ പറ്റിയത്? Or if I'm separating, if He said I'm separating, what would happen? അങ്ങനെയൊക്കെ പറ്റുമോ? Would that happen? ആമേൻ. അങ്ങനെ നടന്നില്ല, അങ്ങനെ നടക്കത്തുമില്ല. It won't happen like that. It പക്ഷെ will അതാണ് never happen. ദൈവത്തിന്റെ സ്നേഹത്തെ ജാഗ്രതയോടെ സൂക്ഷിച്ച പുത്രന്റെ പ്രത്യേകത. But a son who loved and kept his love very careful towards അതിനകത്ത് God. എഴുതി വെച്ച കാര്യമുണ്ട്. There's one thing that's written. അവൻ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ കർത്താവ് ഉയർത്തി. That He rose up from. പിതാവിന്റെ വലത്തുഭാഗത്ത് തന്റെ പുത്രനെ That He ഇരുത്തി. is sitting at the right hand of God. ജാഗ്രതയോട് അനുസരിക്കുന്നവർക്ക് ഉയർച്ചയുണ്ട്. Carefully, those who listen to the commandment, there is a ജാഗ്രതയോട് resurrection. അനുസരിക്കുന്നവർക്ക് വഴികൾ തുറന്നു വരിക. Those who walk according to the love of God, He will make the straight പകൽക്കാലം paths. എങ്ങനെയാണ് ആ ജാഗ്രത അനുസരിക്കാൻ How am കഴിയുന്നത്? I able to love God in that careful way? ദൈവജനമേ, ഇങ്ങനെ പറയാം, I can say like this. കർത്താവിന്റെ ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകിയ രക്തത്താൽ അവൻ വീണ്ടും നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ ആ യേശുവിന് Are we കഴിയും. ready for Christ to be cleansing our hearts from the blood that was dropped from that നിങ്ങളുടെ cross? പാപം രക്താംബരം പോലെ, Just your like skin is thin like scarlet. As you become scarlet, as white. നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടുംചുമപ്പായിരുന്നാൽ ഹിമം പോലെ വെളുപ്പിക്കാൻ ദൈവത്തിന് Though your കഴിയും. sin was made scarlet as red, He will make it white. ആമേൻ. എത്ര പേർ കർത്താവ് എനിക്ക് അങ്ങനെ ജാഗ്രതയോടെ യേശുവിനെ സ്നേഹിക്കുള്ള How many of ഹൃദയത്തിൽ you എത്ര ready പ്രാർത്ഥന to കഴിയും? walk according to the commandment ദിവസം and ഒന്ന് desire? എഴുന്നേറ്റിരിക്കാമോ?